ഹായ് ഓൾ വെൽക്കം ടു ലേണേഴ്സ് പ്ലാറ്റ്ഫോം MGM 025 മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് പേപ്പറിന്റെ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് 1 പ്രിൻസിപ്പിൾസ് ഓഫ് മീഡിയ എത്തിക്സ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു യൂണിറ്റിനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പാർട്ട് 1 സെഷൻ ആണ് നമ്മൾ പിന്നെ ഇവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ എല്ലാവരും ഇൻട്രൊഡക്ഷൻ സെഷൻ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമ്മൾ എത്തിക്സിനെ കുറിച്ച്, ധാർമ്മികത എന്നൊക്കെ പറയുന്ന എത്തിക്സിനെ കുറിച്ച് നമ്മൾ ഒരു ബ്രീഫ് ഐഡിയ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ എന്താണ് എത്തിക്സ് അല്ലെങ്കിൽ എന്താണ് ഈ ധാർമ്മികത എന്നൊക്കെ പറയും. നമുക്കൊരു ഉദാഹരണത്തിൽ തന്നെ തുടങ്ങാം. ഇപ്പൊ ഞാൻ ഒരു മീഡിയ ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു പത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ, ഒരു TV ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ എന്റെ സുഹൃത്ത്, അയാള് ഒരു കോസ്മെറ്റിക് ബ്രാൻഡ്, ഒരു ഫെയർനെസ് ക്രീം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ യാദൃച്ഛികമായി ഞാൻ വർഷങ്ങൾക്ക് ശേഷം അയാളെ കണ്ടുമുട്ടാണ്. എന്റെ സുഹൃത്ത് എന്നോട് പറയാണ്, എന്റെ ഈ ഒരു ഫെയർനെസ് ക്രീമിന് നീ വർക്ക് ചെയ്യുന്ന മീഡിയയിൽ ഒരു പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ? അയാൾ കുറച്ച് പൈസയും എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ സഹായിക്കുക എന്നുള്ള ആ ഒരു കൺസേൺ വെച്ച് ഞാൻ ആ ഒരു ഫെയർനെസ് ക്രീമിനെ ഞാൻ വർക്ക് ചെയ്യുന്ന മീഡിയയിലൂടെ അതിനൊരു പ്രൊമോഷൻ ഞാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുക. അവൻ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ച് ഞാനൊരു മാറ്റർ ഉണ്ടാക്കി ഞാൻ ഏകദേശം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സമയത്ത് എന്റെ മറ്റൊരു സുഹൃത്ത് എന്നെ യാദൃശ്ചികമായി കോൾ ചെയ്യുകയും അയാളുമായി ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നു, ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു ഫെയർനെസ് ക്രീം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ചില സൈഡ് എഫക്റ്റുകളുണ്ട്, ക്ലിനിക്കൽ ട്രയലുകൾ അവർ ചെയ്തിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് തരിക. പക്ഷേ ആ ഒരു സ്റ്റോറി ഞാൻ ക്യാരി ചെയ്യാൻ തന്നെ ഞാൻ അങ്ങനെ തീരുമാനിക്കുക. ആ സ്റ്റോറി ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചെയ്തത് എത്തിക്കലി ശരിയാണോ തെറ്റാണോ? തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ അത് വെരിഫൈ ചെയ്യേണ്ടിയിരുന്നു. ഈ ഒരു പ്രശ്നം, അതായത് ഈ ഒരു ക്രീമിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയിട്ടും ഞാൻ അതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ട്രയലുകൾ നടന്നിട്ടില്ല, പൂർണ്ണമായും ഒരു കൃത്യതയില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് എന്ന് ഇൻഫോർമേഷൻ കിട്ടിയിട്ടും ഞാൻ അതിനെ വെരിഫൈ ചെയ്തു. അപ്പൊ എത്തിക്സ് എന്നിട്ടുള്ള ആ ഒരു വേർഡ്, അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള എത്തോസിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള എത്തോസ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്യാരക്ടർ എന്നുള്ള ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള എത്തോസിൽ നിന്നാണ് എത്തിക്സ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് അവരുടെ പഠനത്തെ 3ആയിട്ട് തിരിച്ചു. അപ്പൊ നമുക്കിപ്പോ ഒരു ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫിലോസഫി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ വന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രീക്ക് ഫിലോസഫി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നത്. അപ്പൊ ഗ്രീക്ക് ഫിലോസഫേഴ്സിനും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നമ്മൾ ഫിലോസഫി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സ് അവരുടെ സ്റ്റഡിയെ 3ആയിട്ട് തിരിച്ചു: എയ്സ്തെറ്റിക്സ്, എപ്പിസ്റ്റമോളജി ആൻഡ് എത്തിക്സ്. അപ്പൊ എയ്സ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റഡി ഓഫ് ബ്യൂട്ടി, സൗന്ദര്യ ശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന എയ്സ്തെറ്റിക്സ്. ഇനി അടുത്തതായി എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നോളജ്. നോളജ് എന്ന് പറഞ്ഞാൽ അറിവിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം, അതാണ് എപ്പിസ്റ്റമോളജി. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഫോക്കസ് ഓഫ് സ്റ്റഡി എത്തിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയി ഇത്രേ ഉള്ളൂ: ഇറ്റ് ഇസ് സ്റ്റഡി ഓഫ് ചോയ്സസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ, ട്രൂത്ത് ആൻഡ് ഫാൾസ്ഹുഡ്, വെർച്യൂ ആൻഡ് വൈസ്. ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മയും തിന്മയും തമ്മിൽ. ട്രൂത്ത് ആൻഡ് ഫാൾസ്ഹുഡ്, സത്യവും അസത്യവും തമ്മിൽ. വെർച്യൂ ആൻഡ് വൈസ്, സന്മാർഗവും ദുർമാർഗവും, അല്ലെങ്കിൽ ഒരു ഗുണവും ഒരു ദുർമാർഗവും തമ്മിലുള്ള ഒരു ചോയ്സ്. അപ്പൊ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്ത്, അയാൾ ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാം, ആ ഒരു ക്രീമിന് പ്രൊമോട്ട് ചെയ്യാൻ അയാൾ എന്നെ സമീപിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. എയ്തർ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. എയ്തർ ഞാൻ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സിന്റെ പക്ഷത്താണ്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു ചോയ്സിന്റെ പക്ഷത്താണ്. ആ ഓപ്ഷൻ എന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഈ ഒരു റൈറ്റ് ആൻഡ് റോങ്, ശരിയും തെറ്റും തമ്മിലുള്ള ആ ഒരു ചോയ്സിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു പഠനത്തെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എത്തിക്സ് നമ്മുടെ മനുഷ്യന്റെ ആക്ഷൻസിനെ, അല്ലെങ്കിൽ മനുഷ്യന്റെ ബിഹേവിയറുകളെ, ഒരു മനുഷ്യൻ ശരിയാണോ തെറ്റാണോ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അവർ കുറച്ച് മാനദണ്ഡങ്ങൾ, ഒരു റാഷണൽ ആയ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രിൻസിപ്പിൾസ് ആയ ചില നോംസ് ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ അസസ് ചെയ്യുന്നത്, ഹ്യൂമൻസിന്റെ ബിഹേവിയറിനെ അസസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എത്തിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഗ്ലോബലി, അതായത് ആഗോളതലത്തിൽ ഒരു ഡിബേറ്റ് ആണ്, എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ നമ്മൾ നേരിട്ടും അല്ലാതെയും നമ്മൾ പല ന്യൂസ് ചാനലുകളിലൂടെയും അല്ലെങ്കിൽ നമ്മൾ പല കൺട്രികളുടെ പോളിസികളിലൂടെയും ഒക്കെ നമ്മൾ കാണാറുണ്ട് എത്തിക്കലി അവർ വയലേറ്റ് ചെയ്യുന്നു, എത്തിക്കൽ വയലേഷൻസ് നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ എത്തിക്സ് എന്ന് പറയുന്നത്, എത്തിക്സ് ഈസ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ്,
കറക്റ്റ് ഓർ ഇൻകറക്റ്റ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ ഈ എത്തിക്സ് എന്ന് പറയുന്നത് ധാർമ്മികത എന്ന് നമ്മൾ പഠിച്ചു. മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും നിങ്ങൾ കേട്ടിട്ടോ? മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ധാർമ്മികത. എത്തിക്സും ധാർമ്മികതയാണ്, മൊറാലിറ്റിയും ധാർമ്മികതയാണ്. അപ്പൊ രണ്ടും നമ്മൾ പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഈ രണ്ടിന്റെയും അർത്ഥം എന്ന് പറയുന്നത് ധാർമ്മികതയാണെങ്കിൽ കൂടെ എത്തിക്സും മൊറാലിറ്റിയും തമ്മിൽ വ്യത്യാസമാണ്. എത്തിക്സ് എന്ന് പറയുന്നത് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന റാഷണൽ ജഡ്ജ്മെന്റുകളെ. എന്താണ് ഈ റാഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്? റാഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ഏബിലിറ്റി ആണ്. എന്തിനാണ്? നമ്മുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഡിസിഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഏബിലിറ്റി ആണ്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് റീസൺ ആൻഡ് ലോജിക് ആയിരിക്കും. അതായത് നമുക്കൊരു ലോജിക്കലി നമ്മൾ ചിന്തിക്കും. ഇപ്പൊ എന്റെ ആ ഒരു സുഹൃത്ത് എന്നോട് ആ ഫെയർനെസ് സ്ക്രീനിനെ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ ലോജിക്കലി ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു ലോജിക് ആയിട്ടുള്ള ഒരു തോട്ട് വഴി ഞാൻ എന്റെ ഒരു തീരുമാനമെടുക്കും. അതായത് ഈ ഒരു സ്റ്റോറി ഞാൻ ക്യാരി ചെയ്യും. മറിച്ച് അതല്ലാതെ ഞാൻ ഇമോഷൻസ് അല്ലെങ്കിൽ എന്റെ ബയാസ് വെച്ച് ഞാൻ ആ സ്റ്റോറി ഞാൻ ക്യാരി ചെയ്തു കഴിഞ്ഞാൽ അത് എത്തിക്കലി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ റാഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എൻ ഏബിലിറ്റി ടു ഫോം ഒപ്പീനിയൻസ് ആൻഡ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ റീസൺ ആൻഡ് ലോജിക് റാദർ ദാൻ ഇമോഷൻസ് ആൻഡ് ബയാസ്. ഇമോഷൻസും ബയാസും അല്ലാതെ നമ്മുടെ റീസൺ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് മൊറാലിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റൽ കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഒരു സർക്കാർ ഓഫീസിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു മീഡിയ, അതായത് ഒരു ചാനലിന് ചില സംശയങ്ങളുണ്ട്, അവിടെ ചില അഴിമതികൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥര് അവിടെ പല രീതിയിലുള്ള വയലേഷൻസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുക. അപ്പൊ അവരതിനെ നിരീക്ഷിക്കും. അപ്പൊ അതിന്റെ ഒരു എത്തിക്കൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കറപ്ഷനെ അവിടെ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഓഫീസായിട്ട് ആ ഒരു ഗവൺമെന്റ് മെഷീനറി തെറ്റ് നടന്നു എന്ന് ജനങ്ങളിലേക്ക് ഒരു വാർത്ത അവർ കൊടുക്കുകയാണ്. എത്തിക്കലി നമ്മൾ നോക്കുമ്പോൾ അത് അവിടെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ആ മീഡിയ ഹൗസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മൊറാലിറ്റിയുടെ കണ്ണിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഗവൺമെന്റ് ഓഫീസ് എന്ന് പറയുന്നത് അവിടെ പല രീതിയിലും പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ആവശ്യമാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ഓഫീസിലുള്ള പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ അവതരിപ്പിക്കപ്പെടാറില്ല. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചില രേഖകളുണ്ട്, അത് പൊതു സ്വഭാവമുള്ള രേഖകളായിരിക്കില്ല, അത് പബ്ലിക് അറിയേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് പുറത്തേക്ക് വരുന്നത് വഴി അത്തരത്തിലുള്ള രേഖകളൊക്കെ പുറത്തേക്ക് വരാനും പബ്ലിക്കലി അവൈലബിൾ ആകാനും തുടങ്ങും. അപ്പൊ മൊറാലിറ്റിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവിടെ ഒരു വയലേഷൻ അവിടെ നടന്നു. പക്ഷെ എത്തിക്കലി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വയലേഷൻ നടന്നിട്ടില്ല. അപ്പൊ മൊറാലിറ്റി എന്ന് പറയുന്നത് കൂടുതലും സൊസൈറ്റൽ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എത്തിക്സ് എന്ന് പറയുന്നത് കൂടുതലും റാഷണൽ ജഡ്ജ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് മീഡിയ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന രണ്ട് എത്തിക്കൽ തിയറീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് മീഡിയയ്ക്ക് ഒരു സ്വഭാവമാണ്. ഏത് അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ്. അപ്പൊ ഇതിനെല്ലാം ഗൈഡ് ചെയ്യാൻ വേണ്ടി എത്തിക്കലി രണ്ട് തിയറീസ്. അതിന്റെ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് കോൺസിക്വൻഷ്യലിസം എന്നുള്ള തിയറിയാണ്. കോൺസിക്വൻഷ്യലിസം എന്താണ്? കോൺസിക്വൻഷ്യലിസം ഈ ഒരു വാക്കിൽ തന്നെ നമുക്ക് കോൺസിക്വൻസ് എന്ന് കാണാം. കോൺസിക്വൻസ് എന്താണ്? കോൺസിക്വൻസ് കോൺസിക്വൻസ് എന്ന് പറയുന്നത് ബേസിക്കലി റിസൾട്ട് ഓഫ് എ പർട്ടിക്കുലർ ആക്ഷൻ എന്നാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിണിത ഫലം. എന്തിന്റെ? ഒരു ആക്ഷന്റെ, ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലമാണ്. ഇത് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കോവിഡ് കാലഘട്ടത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയ വാക്സിനേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഗവൺമെന്റ് അവിടെ സമ്പൂർണ്ണമായി ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ നമ്മൾ നടപ്പിലാക്കി. അപ്പൊ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ട് ആണ്, ഇതിന്റെ കോൺസിക്വൻസ് ആണ്. എന്താണ് ഈ വാക്സിനേഷൻ നടപ്പിലാക്കുന്നതിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ റിസൾട്ട്? മജോറിറ്റി ആളുകൾ, അതായത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ആൾക്കാർക്കും രോഗത്തിൽ നിന്നുള്ള ആ ഒരു വ്യാപനം തടയും. അതുപോലെ തന്നെ ആ ഒരു രോഗത്തിന്റെ എഫക്ട് പല ആൾക്കാർക്കും രോഗം ബാധിച്ചവരുണ്ടാവും. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു റിലീഫ് കിട്ടും. പിന്നെ കൂടുതലായി ഈ ഒരു കൊറോണ വൈറസിന്, COVID-19 എന്ന് പറയുന്ന വൈറസിനെ ചെറുക്കാനും ഈ ഒരു വാക്സിനേഷൻ ഹെൽപ്ഫുൾ ആകും എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ പുറത്താണ്. അല്ലെങ്കിൽ അതാണ് ഗവൺമെന്റ് മുന്നിൽ വെക്കുന്ന ഒരു റിസൾട്ട്, അതാണ് അതിന്റെ കോൺസിക്വൻസസ്. അപ്പൊ അവര് ഇത് നടപ്പിലാക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ചില ആൾക്കാർ, അതായത്
ഒരു മൈനോറിറ്റി എന്ന് പറയുന്ന, അതായത് വളരെ കുറച്ച് ആൾക്കാർ, നമ്മൾ ഇന്ത്യൻ ഓഡിയൻസിനെ മജോറിറ്റി മൈനോറിറ്റിയുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. മജോറിറ്റി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകൾ, മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. അപ്പൊ ഈ വളരെ കുറച്ച് ആളുകൾക്ക് അവർക്ക് ചില കൺസേൺസ് ഉണ്ട്. അതായത് ഈ ഒരു വാക്സിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകും എന്നുള്ള സ്റ്റോറികൾ അല്ലെങ്കിൽ ന്യൂസ് സ്റ്റോറികൾ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ചൊരു കൺസേൺ ഉണ്ട്. അതുപോലെ തന്നെ ചില ക്ലിനിക്കൽ ട്രയലുകൾ ഈ വാക്സിനുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള ഒരു കൺസേൺ. അതുപോലെ തന്നെ അവർക്ക് മൂന്നാമതായിട്ട് അവർക്ക് മറ്റൊരു കൺസേൺ കൂടിയുണ്ട്, അവരുടെ പ്രൈവസിയുടെ മുകളിലുള്ള കടന്നുകയറ്റം. അതായത് എയ്തർ അവർക്ക് ആ വാക്സിനേഷൻ സ്വീകരിക്കാം അല്ലെങ്കിൽ വാക്സിനേഷൻ സ്വീകരിക്കുന്നില്ല, അത് അവരുടെ ചോയ്സാണ്. പക്ഷെ അവരുടെ ചോയ്സിന് വില കൊടുക്കാതെ ഗവൺമെന്റ് ഫോഴ്സ്ഫുള്ളി ഇത് നടപ്പിലാക്കും. അവർ മജോറിറ്റിയുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഈ വാക്സിനേഷൻ നടപ്പിലാക്കും. അപ്പൊ ഇതാണ് കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്നത്. അവർ ആ ആക്ഷൻ നടപ്പിലാക്കുന്നത് ചിലപ്പോൾ ഫോഴ്സ്ഫുൾ ആയി നടപ്പിലാക്കേണ്ടി വരും. ആക്ഷനെ അല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് ഇതിന്റെ ഒരു റിസൾട്ടിനെ. അപ്പൊ അതാണ് ബേസിക്കലി കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺലി ഓൺ ഔട്ട്കംസ് റിഗാർഡ്ലെസ് ഓഫ് മീൻസ്. അവർ ഏത് രീതിയിലുള്ള മാർഗവും ഉപയോഗിക്കാം, മാർഗത്തെ അല്ല, പകരം അതിന്റെ ഒരു റിസൾട്ടിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോൺസിക്വൻഷ്യലിസത്തിനെ രണ്ട് പെർസ്പെക്റ്റീവില് നമ്മൾ പറയാറുണ്ട്: എത്തിക്കൽ ഈഗോയിസം, എത്തിക്കൽ ആൾട്രൂയിസം. എന്താണ് ഈ എത്തിക്കൽ ഈഗോയിസം എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്കറിയാം HRX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. HRX എന്ന് പറഞ്ഞുള്ള ബ്രാൻഡ് ഓൺ ചെയ്യുന്നത് ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ ആക്ടറാണ്. അപ്പൊ HRX ബ്രാൻഡിന് ഋത്തിക് റോഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊമോഷൻ, അതായത് പേഴ്സണലി അയാൾക്കൊരു ഗെയിൻ അതിലൂടെ കിട്ടുന്നു. ആ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ എത്തിക്കൽ, ഇഫ് ഇറ്റ് ബെനിഫിറ്റ്സ് ദ പേഴ്സൺ ആക്ടിങ്, ആ ബെനിഫിറ്റ് ആ പേഴ്സൺ ആണ് കിട്ടുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എത്തിക്കൽ ഈഗോയിസം എന്ന് പറഞ്ഞ വാക്ക്. ആ ഈഗോ എന്ന് പറഞ്ഞ വാക്കുമായിട്ട് നിങ്ങൾ അത് കണക്ട് ചെയ്ത് പഠിക്കും. അപ്പൊ എത്തിക്കൽ ആൾട്രൂയിസം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പെർസ്പെക്റ്റീവ്. എന്താണ് എത്തിക്കൽ ആൾട്രൂയിസം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഫണ്ട് റേസിംഗ് ഈവന്റുകൾ പലപ്പോഴും നടക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു അവയർനെസ് ക്യാമ്പുകൾ, അല്ലെങ്കിൽ അവയർനെസ് മാരത്തോണുകൾ, ഇപ്പൊ ലഹരിക്കെതിരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടയോട്ടം, അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട്, ക്യാൻസർ അവയർനെസ്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സെലിബ്രിറ്റികൾ ഒരു ഫണ്ട് റൈസ് അല്ലെങ്കിൽ ഒരു അവയർനെസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു പ്രൊമോഷൻ നടത്തുന്നത് വഴി അവർക്കല്ല ബെനിഫിറ്റ് കിട്ടുന്നത്, മറിച്ച് മറ്റുള്ളവർക്കാണ്, വേറൊരു ഓഡിയൻസ്. അപ്പൊ എത്തിക്കൽ, ഇഫ് ബെനിഫിറ്റ് അതേഴ്സ്, മറ്റുള്ളവർക്കാണ് ഇത് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ആൾട്രൂയിസം എന്ന് പറയുന്നത്. ഇപ്പൊ എത്തിക്കൽ ഈഗോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച്, അതായത് ആ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച്, അയാൾ അയാളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നു, അയാളെ സംബന്ധിച്ച് അത് എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് എത്തിക്കൽ ഈഗോയിസം എന്ന് പറയുന്നത്. ആക്ട് ചെയ്യുന്ന പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എത്തിക്കൽ ആൾട്രൂയിസം എന്ന് പറയുന്നത് അയാളുടെ ആ ഒരു പ്രവർത്തനത്തിലൂടെ, അയാളുടെ ആക്ഷനിലൂടെ ബെനിഫിറ്റ് കിട്ടുന്നത് മറ്റുള്ള ആൾക്കാർക്ക്. അപ്പൊ ഇതാണ് എത്തിക്കൽ ഈഗോയിസം, എത്തിക്കൽ ആൾട്രൂയിസം തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്തതായി നമ്മൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാം. എന്താണ് യൂട്ടിലിറ്റേറിയനിസം? അതും ഒരു കോൺസിക്വൻഷ്യലിസ്റ്റ് തിയറിയാണ്. അതിന്റെ കൂടുതലും അത് വരുന്നത് എത്തിക്കൽ ആൾട്രൂയിസം എന്ന് പറഞ്ഞ ആ ഒരു പെർസ്പെക്റ്റീവിന്റെ അണ്ടറിലാണ്. ഇറ്റ് പ്രൊമോട്ട്സ് മാക്സിമൈസിങ് ഹാപ്പിനെസ് ആൻഡ് വെൽബീങ് ഓഫ് ദി മജോറിറ്റി. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കോവിഡ് വാക്സിനേഷന്റെ സമയത്ത് ഭൂരിപക്ഷത്തിന്റെ സന്തോഷം, അതായത് ഭൂരിപക്ഷത്തെയാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്, മജോറിറ്റിയുടെ ഒരു ഹാപ്പിനെസ് ആണ് അവിടെ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റ് അത് നടപ്പിലാക്കുന്നത്. അതേസമയം തന്നെ അവര് മൈനോറിറ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരുടെ പ്രതിഷേധങ്ങളെ അവരതിന് ചെവി കൊടുക്കുന്നില്ല. കാരണം മജോറിറ്റിയുടെ ഒരു ഹാപ്പിനെസ്സിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യ പോലുള്ള വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സ്കേപ്പ്, സൊസൈറ്റി കസ്റ്റംസുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ പല രീതിയിലുള്ള കൾച്ചേഴ്സ്. അപ്പൊ ഇവരെല്ലാവരെയും കേറ്റർ ചെയ്ത് ഒരു മാസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് മുന്നിലേക്കാണ് മീഡിയ വരുന്നത്. അപ്പൊ നമുക്കറിയാം, നാഷണൽ ന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാഷണലി നടക്കുന്ന ഒരു ഈവന്റ് ലോക്കലി നടക്കുന്ന ഈവന്റിനേക്കാൾ കൂടുതൽ ആളുകൾ കാണും. അപ്പൊ അത്തരത്തിലുള്ള ഇതിലേക്കായിരിക്കും, അതായത് കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് മീഡിയയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ജെറമി ബെന്താം, അദ്ദേഹമാണ് ഇതിന്റെ ഒരു മേജർ പ്രൊപ്പോണന്റ് യൂട്ടിലിറ്റേറിയനിസത്തിന്റെ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ആക്ഷൻസ് ആർ ഗൈഡഡ് ബൈ പെയിൻ ആൻഡ് പ്ലഷർ. അപ്പൊ ഈ ജെറമി ബെന്താമിന്റെ അല്ലെങ്കിൽ ബെന്താമിന്റെ ഹെഡോണിസ്റ്റിക് വ്യൂ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് കോർ എന്ന് പറയുന്നത് മാക്സിമൈസ് പ്ലഷർ ബൈ മിനിമൈസിങ് സഫറിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ ജീവിതത്തില് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളെ കുറയ്ക്കുക, പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം ഉണ്ടാവും. അതാണ് ബെന്താമിന്റെ ഒരു ഹെഡോണിസ്റ്റിക് വ്യൂ എന്നൊക്കെ പറയുന്നത്. ജോൺ സ്റ്റോട്ട് മില്ലിന്റെ 1863 യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞ വർക്കിൽ
നമ്മുടെ ഈ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതായത് മാക്സിമൈസിങ് ഗുഡ് ഫോർ ദി മജോറിറ്റി. അപ്പൊ ഈ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ശരിക്കും മാക്കിയവെല്ലിനിസം എന്ന് പറഞ്ഞ മറ്റൊരു കോൺസെപ്റ്റിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ മാക്കിയവെല്ലിനിസം, അല്ലെങ്കിൽ എന്താണ് ഈ മാക്കിയവെല്ലിയുടെ ഒരു കോൺസെപ്റ്റ്? മാക്കിയവെല്ലി പറയുന്നത് എൻസ് ജസ്റ്റിഫൈ ദ മീൻസ്, അതായത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. അതായത് ഫൈനലി നമുക്കൊരു ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള, അതായത് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമായിരിക്കും സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമായിരിക്കും സ്വീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫൈനലി നമ്മൾ ആ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏത് രീതിയിലുള്ള ഒരു ഒരു മാർഗം അവലംബിച്ചാലും ആ ഫൈനലി നമ്മൾ എടുക്കുന്ന ആ ഒരു റിസൾട്ട് അത് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു യൂട്ടിലിറ്റേറിയനിസം ഈ ഒരു മാക്യവെല്ലിസവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു അഴിമതി ചെയ്യുന്നു, ഒരു ജേർണലിസ്റ്റിന് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും, അയാള് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു സ്റ്റോറി പുറത്തു വരുന്ന സമയത്ത് ആ ഒരു രാഷ്ട്രീയക്കാരന് നേരെ പ്രതിഷേധം, അതായത് പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അയാൾക്ക് നേരെ ഒരു 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 പ്രതിഷേധം ഉണ്ടാവും. ചിലപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, അയാൾ ജയിലിൽ പോയേക്കാം, അയാളുടെ ഫാമിലിക്ക് അതുകൊണ്ട് ഒരു ഷെയിം, ഒരു നാണക്കേട് ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലിനെ അവിടെ ഹാം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റൽ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജേർണലിസ്റ്റ് ഈ ഒരു സ്റ്റോറി കൊണ്ടുവരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കറപ്ഷൻ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഡ്യൂട്ടി. അതാണ് ഒരു യൂട്ടിലിറ്റേറിയനിസം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നേരെ മറിച്ച് നമ്മൾ മാക്യവെല്ലിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ സ്റ്റോറി തന്നെ ഒരു TV ചാനൽ അവർ ഈ സ്റ്റോറി എയർ ചെയ്യുക, അല്ലെങ്കിൽ അവർ ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഈ സ്റ്റോറി പ്രിന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ചാനലിന് ഒരു റീച്ച് കിട്ടുക, അല്ലെങ്കിൽ അവർക്കൊരു TRP ബൂസ്റ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു പ്രൊമോഷന് വേണ്ടി ഇതിനെ ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ മാക്യവെല്ലിനിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗാന്ധിജിയുടെ സർവോദയ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈ സർവോദയ? സർവോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ ഓഫ് ഓൾ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മജോറിറ്റിയുടെ ഒരു വെൽഫെയർ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് ചിലപ്പോൾ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ടോണിൽ വരുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ്. പക്ഷേ ഗാന്ധി പറയുന്നത് സർവോദയ എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയൻ അല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. വൈ ഷുഡ് ദി വെൽബീയിങ് ഓഫ് ദി മൈനോറിറ്റി ബി ഓഫ് എനി ലെസ് വാല്യൂ ദാൻ ദാറ്റ് ഓഫ് ദി മജോറിറ്റി, അല്ലെങ്കിൽ വൈ ഷുഡ് ദി വെൽഫെയർ ഓഫ് സർട്ടൻ പീപ്പിൾ ബി സാക്രിഫൈസ് എന്ന് പറയും. അതായത് നമ്മൾ വാക്സിനേഷൻ നടപ്പിലാക്കുന്ന സമയത്ത് മൈനോറിറ്റി, നമ്മൾ പറഞ്ഞ കുറച്ച് ആൾക്കാർക്ക്, അവർക്ക് കൺസേൺ ഉള്ള ചില ആൾക്കാർക്ക് അവർക്ക് ആ ഒരു സൈഡ് എഫക്ട്സിനെ കുറിച്ചുള്ള ഒരു ഭയങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയുടെ മുകളിലുള്ള ഒരു കടന്നുകയറ്റം. either ഞങ്ങൾക്ക് വാക്സിനേഷൻ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല, അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷേ അതിന് ഗവൺമെന്റ് ചെവി കൊടുക്കുന്നില്ല. പകരം ഫോഴ്സ്ഫുൾ ആയി അവരോട് പറയാണ് നിങ്ങൾ വാക്സിനേഷൻ സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ഈ ഒരു സമയത്ത് മജോറിറ്റിയുടെ സന്തോഷത്തിന് വേണ്ടി മൈനോറിറ്റിയുടെ അവകാശങ്ങൾ സപ്രസ് ചെയ്യും. അത് എത്തിക്കലി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു ബിലീഫാണ് ഗാന്ധിക്ക്. അപ്പൊ ഗാന്ധിജി പറയുന്നത് വെൽഫെയർ ഓഫ് ഓൾ എന്നുള്ള ആ സർവോദയ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും യൂട്ടിലിറ്റേറിയൻ അല്ല. നമ്മുടെ അടുത്ത എത്തിക്കൽ തിയറി ഡിയോണ്ടോളജി ആണ്. എന്താണ് ഡിയോണ്ടോളജി? ഡിയോണ്ടോളജി ഫോക്കസ് ഓൺ ഡൂയിങ് വൺസ് ഓൺ ഡ്യൂട്ടി, നോട്ട് ഓൺ കോൺസിക്വൻസസ്. അതായത് ഒരു വ്യക്തിയുടെ ഡ്യൂട്ടി, അതായത് ആക്ഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ കോൺസിക്വൻഷ്യൽസത്തിൽ പറഞ്ഞത് ആ ഒരു കോൺസിക്വൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് ഡിയോണ്ടോളജി ഫോക്കസ് ചെയ്യുന്നത് ഡ്യൂട്ടിയാണ്, അല്ലാതെ കോൺസിക്വൻസിനെ അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ, അതായത് ഒരു രാഷ്ട്രീയക്കാരൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കറപ്ഷന്റെ സ്റ്റോറി അയാൾ പുറത്തു കൊണ്ടുവന്നു. ചിലപ്പോൾ ആ സ്റ്റോറി പുറത്തു വരുന്നത് വഴി അയാളുടെ ജീവന് ചിലപ്പോൾ ഒരു ഭീഷണി ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അയാളുടെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കാം. പക്ഷെ എങ്കിലും അയാളുടെ ഡ്യൂട്ടിക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്, ഭാവിയിലുള്ള കോൺസിക്വൻസസിനെ അല്ല, മറിച്ച് അയാളുടെ ഡ്യൂട്ടിയാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു ജേർണലിസ്റ്റിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡിയന്റോളജിയുടെ ഒരു കീ തിങ്കർ ആണ് ഇമ്മാനുവൽ കാന്റ്. അപ്പൊ കാന്റിന്റെ കാന്റിയൻ ഫിലോസഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫി. അപ്പൊ അവിടെ കാന്റ് ബിലീവ് ചെയ്യുന്നത് ഇന്റൻഷൻ ബിഹൈൻഡ് ആൻ ആക്ഷൻ മേക്സ് ഇറ്റ് എത്തിക്കൽ. ഇപ്പൊ നമ്മൾ ആ ജേർണലിസ്റ്റിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? അവിടെ നടന്ന ആ ഒരു കറപ്ഷനെ പുറത്തു കൊണ്ടുവരാം. അപ്പൊ ഇന്റൻഷൻ, ആക്ഷന് പിന്നിലുള്ള ഒരു ഇന്റൻഷൻ ആണ് അതിനെ എത്തിക്കലാക്കുക എന്നുള്ളതാണ് ഒരു കാന്തിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ ഡിയോണ്ടോളജി ഫോക്കസ് ചെയ്യുന്നത് ആക്ട് പ്യൂർലി ഔട്ട് ഓഫ് ഡ്യൂട്ടി, നോട്ട് സെൽഫ് ഇൻട്രസ്റ്റ്. ആ ഡ്യൂട്ടിക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ വ്യക്തിപരമായ, അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാനിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആ ഒരു ഭയം, അതിനെ അല്ല, പകരം നമ്മുടെ ആ ഒരു ഡ്യൂട്ടിയാണ് ഫോക്കസ് ചെയ്യേണ്ടത്.
അപ്പൊ ഈ ഒരു ഡിയന്റോളജിയുടെ ഒരു അല്ലെങ്കിൽ ഒരു കാന്തിയൻ ഫിലോസഫിയുടെ ഒരു അണ്ടർലൈൻ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിലീവ് ഗുഡ് വിൽ ഇസ് ഓൺലി അൺകണ്ടീഷണൽ വെർച്യു. ആക്ടിങ് വിത്ത് ഗുഡ് വിൽ മീൻസ് റെസ്പെക്ടിങ് മോറൽ ലോ. ഇതും നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് വഴിയിൽ ഒരു വ്യക്തി അവശനായി കിടക്കുകയാണ്. ഇപ്പൊ ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. ഞാൻ പോകുന്ന വഴി ഇയാളെ കണ്ടു, ഇയാൾ അവശനായി അവിടെ കിടക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇയാളെ സഹായിക്കാം എന്നുള്ള ഒരു തോട്ട് എനിക്ക് വരികയാണ്. അപ്പൊ ഞാൻ സഹായിക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരു ഇന്റൻഷനും കൂടെ ഉണ്ട്. അതായത് 4 ആൾക്കാർ എന്നെ കുറിച്ച് അറിയുക, എന്റെ ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റിയും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അവിടെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ വ്യക്തിയെ സഹായിക്കുന്നു, അതോടൊപ്പം തന്നെ എന്റെ ഒരു പ്രൊമോഷനും കൂടി, എന്റെ ഒരു പബ്ലിസിറ്റിയും കൂടിയാണ് ഞാൻ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. കാന്റിയൻ ഫിലോസഫി പറയുന്നത്, ഞാൻ ഒരു വ്യക്തി ഒരു റോഡിൽ അവശനായി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് സിമ്പതി തോന്നാം, ചിലപ്പോൾ എമ്പതി തോന്നാം, ചിലപ്പോൾ എനിക്ക് ഒരു വികാരവും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും മോറൽ ലോ, നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾ വെച്ച് അവശനായി കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കണം എന്നുള്ള ഒരു മോറൽ പ്രിൻസിപ്പിൾ വെച്ച് ഞാൻ ആ വ്യക്തിയെ സഹായിക്കും. എന്റെ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ 4 ആൾക്കാർ എന്നെ അറിയണം എന്ന് കരുതി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഫ്യൂച്ചറിലുള്ള അതിന്റെ ഒരു റിസൾട്ടിനെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസിക്വൻസിനെയോ അല്ല എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മീഡിയയുടെ ഡ്യൂട്ടിയും ഇത് തന്നെയാണ്. പ്രൊവൈഡ് ഇമ്പാർഷ്യൽ, ഇൻഫോംഡ് ആൻഡ് റീസൺ കോൺവെന്റ് ടു ദ പബ്ലിക്. ആളുകളിലേക്ക് ന്യൂസുകൾ എത്തിക്കുക. അതല്ലാതെ അവർക്ക് ഒരു തരത്തിലുള്ള റീച്ചുകളോ അല്ലെങ്കിൽ അതായിരിക്കരുത് അവരുടെ ഫോക്കസ് എന്നുള്ളത്. അപ്പൊ ഈ ഡിയന്റോളജിയും കോൺസിക്വൻഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിയന്റോളജി കോൺസിക്വൻസസിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, പകരം ആക്ഷനെയാണ്. കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്നത് അത് ഫോക്കസ് ചെയ്യുന്നത് കോൺസിക്വൻസുകളെ കുറിച്ചാണ്. ഇനി ഡിയോണ്ടോളജി എന്ന് പറയുന്നത് ഡ്യൂട്ടി, റോൾ ഓർ ഒബ്ലിഗേഷൻ ബേസ്ഡ് ആണ്. കോൺസിക്വൻഷ്യലിസം എന്ന് പറയുന്നത് കോൺസിക്വൻസ് ബേസ്ഡ് ആണ്. ഈ ഒരു ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി അടുത്തത് നമുക്കറിയാം, ജേർണലിസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലി വളരെയധികം കോൺഫ്ലിക്റ്റുകൾ നിറഞ്ഞിട്ടുള്ളതാണ്. സപ്പോസ് ഒരു സ്റ്റോറി വരുന്ന സമയത്ത് അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക്കിന് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പൊതുവായിട്ടുള്ള ആളുകളിലേക്കുള്ള ഇൻഫോർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജേർണലിസ്റ്റിന്റെ ഡ്യൂട്ടി. ഈ സമയം തന്നെ അയാൾക്ക് ഇൻഫോർമേഷൻ തരുന്ന സോഴ്സുകളെ അയാൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇതേ സമയം തന്നെ അയാൾ ജോലി ചെയ്യുന്ന എംപ്ലോയറുമായി അയാൾക്ക് ലോയൽ ആയിരിക്കേണ്ട ഒരു അവസരമുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സ്കാൻഡൽ അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ ഒരു സ്റ്റോറി ഒരു ജേർണലിസ്റ്റ് ഇതിനെ പുറത്തു കൊണ്ടുവരുന്നു. ഇതേ സമയം തന്നെ ഇയാൾ വർക്ക് ചെയ്യുന്ന ഈ മീഡിയ ഹൗസിന് ആ ഒരു രാഷ്ട്രീയക്കാരനുമായി അടുപ്പമുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോറി സ്വാഭാവികമായിട്ടും അയാൾ വർക്ക് ചെയ്യുന്ന മീഡിയ ഹൗസ് ക്യാരി ചെയ്യാൻ വേണ്ടി അവര് താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇതിനൊരു ഒരു ഈസി ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇല്ല. പക്ഷെ ഏതൊക്കെ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാലും മീഡിയ എപ്പോഴും എത്തിക്സിനെ കൈവിടാതെ, ആ ഒരു എത്തിക്കൽ വാല്യൂസ് കൈവിടാതെ സത്യത്തിനൊപ്പം നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. മീഡിയയുടെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആണ്. ഏത് മീഡിയ ടെക് നമ്മൾ എടുത്താലും, പ്രിന്റ് ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ഒരു വലിയൊരു ഓഡിയൻസിനെ, അതായത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസിനാണ് കേറ്റർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡൈവേഴ്സ് അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ഓഡിയൻസിനെ കവർ ചെയ്യുന്ന സമയത്ത് ചില രീതിയിലുള്ള ബയാസ് അല്ലെങ്കിൽ ചില രീതിയിലുള്ള സൈഡ് ലൈൻസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വയലേഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മീഡിയ എത്തിക്സ് എന്ന് പറയുന്നത് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, ഇന്ത്യ പോലുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, നമ്മൾ മുമ്പ് പറഞ്ഞു സൊസൈറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള അത്തരത്തിലുള്ള പല രീതിയിലുള്ള വൈവിധ്യങ്ങളുള്ള ഇന്ത്യയിൽ പല സ്റ്റോറികളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ക്രൈംസ്, ഇനിക്വാളിറ്റി, ഡിസാസ്റ്റേഴ്സ്, കോൺഫ്ലിക്ട്സ്, ടെററിസം ഇങ്ങനെയുള്ള പല അനവധി വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ ആൾക്കാർ അതിനെതിരെ അവരുടെ അഭിപ്രായങ്ങൾ, അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമായിരിക്കും. 100 പേര് ഒരു കാര്യത്തെ കുറിച്ച് കാണുവാണെങ്കിൽ, ഒരു സ്റ്റോറി കാണുവാണെന്നുണ്ടെങ്കിൽ 100 അഭിപ്രായങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഈ സമയം ഒരു ഗ്ലോബൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു മാസ് ആയിട്ടുള്ള ഓഡിയൻസിന് കേറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മളത് ആ ഒരു സ്റ്റോറിയെ ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ ജേർണലിസ്റ്റുകൾ കരുതലുള്ളവരായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കും. മീഡിയയെ പലപ്പോഴും നമ്മൾ വാച്ച് ഡോഗ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, സൊസൈറ്റിയുടെ വാച്ച് ഡോഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മീഡിയ എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആയിരിക്കാം, കെയർഫുൾ ആയിരിക്കാം. ജേർണലിസ്റ്റുകളും മനുഷ്യരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തെറ്റുകൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ പലപ്പോഴും അങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ചോയ്സസ് അല്ലെങ്കിൽ എത്തിക്കലി പല രീതിയിലുള്ള തെറ്റുകളും പല അവസരങ്ങളിലും മീഡിയ ഹൗസുകളും ജേർണലിസ്റ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവർക്ക് ക്രിറ്റിസിസം ഒക്കെ നേരിട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾ ചെയ്യുന്നത് സൊസൈറ്റി എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇത്തരത്തിലുള്ള വയലേഷൻസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ പ്രതികരണം അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസ് നിമിത്തം ഇത്തരം റോങ് ഡൂയിങ്സ് അവർ ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സൊസൈറ്റി നീഡ്സ് എ സിസ്റ്റം ടു കീപ് ആൻ ഐ ഓൺ മീഡിയ ടു സ്റ്റോപ്പ് റോങ് ആക്ഷൻസ്. 1456 ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. ആ ഒരു കാലഘട്ടം മുതൽ ഇന്നത്തെ ഈ ഒരു പ്രസന്റ് വേൾഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മീഡിയ വളരെയധികം റെവല്യൂഷണറി ഒരു ഗ്രോത്ത് മീഡിയക്ക് ഉണ്ടായി എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് ആളുകൾ എങ്ങനെ ചിന്തിക്കണം അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ സംസാരിക്കണം, ആളുകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നതുൾപ്പെടെ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് വരെയുള്ള ഒരു ഡെഫിനിഷൻസ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ന്യൂ മീഡിയയിലൂടെയും കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജേർണലിസം എന്ന് പറഞ്ഞ വാക്കിന്റെ ഒറിജിൻ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഡയണലിസം എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡെയിലി എന്നുള്ളതാണ്. അപ്പൊ പണ്ട് കാലത്ത് ഡെയിലി ന്യൂസ് റിപ്പോർട്ടിംഗ്, ദിവസേനയുള്ള ന്യൂസ് റിപ്പോർട്ടിങ്ങുകളെയാണ് ജേർണലിസം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമുക്കറിയാം ഡെയിലി ന്യൂസ് റിപ്പോർട്ടിങ്ങിലുപരി ജേർണലിസം എന്ന് പറഞ്ഞ ആ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു സെനാരിയോ വളരെയധികം റെവല്യൂഷണറി ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് നമുക്ക് നമ്മുടെ പ്രസന്റ് വേൾഡിൽ നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം 24/7 നമുക്ക് മീഡിയ ചാനൽസ് അവൈലബിൾ ആണ്. അത്രത്തോളം മീഡിയയുടെ പവർ അല്ലെങ്കിൽ മീഡിയയുടെ സ്കോപ്പ് വർദ്ധിച്ചു എന്ന് നമുക്ക് കാണാം. പല രീതിയിലുള്ള എത്തിക്കൽ വയലേഷൻസ് മീഡിയ ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇതോടൊപ്പം തന്നെ മീഡിയയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മീഡിയ ട്രൂ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷനും സൈമിൾട്ടേനിയസ്ലി കൊടുക്കുന്നുണ്ട്. ഇത് ആളുകളുടെ ഒരു ഇൻഫോംഡ് സൊസൈറ്റി ആയി മാറാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അറിയാനുള്ള അവകാശം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം, ഇതിനെല്ലാം മീഡിയ ഒരു ശക്തമായിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുണ്ട്. ഇപ്പൊ കാൻഡ് ഒക്കെ പറയുന്നത്, നമ്മൾ മുമ്പ് കാൻഡിയൻ ഫിലോസഫി ഒക്കെ കണ്ടു. കാൻഡ് പറയുന്നത് റീസൺ ആണ് എത്തിക്കൽ ചോയ്സസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയും, അറിയാനുള്ള അവകാശം. അപ്പൊ ഇതേ സമയം തന്നെ മീഡിയ പല രീതിയിലും എത്തിക്കൽ തിങ്കിങ്ങിനെ ജേർണലിസം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതായി നമ്മൾ രണ്ട് മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത്, ഒതോറിറ്റേറിയൻ മോഡൽ ആൻഡ് ലിബർട്ടേറിയൻ മോഡൽ. മീഡിയയും ഗവൺമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ പ്രസ് ഫ്രീഡത്തെ കുറിച്ചുള്ള ഒരു കണക്ട് ചെയ്യുന്ന രണ്ട് മോഡൽസ് ആണ് ഒതോറിറ്റേറിയൻ മോഡൽ ആൻഡ് ലിബർട്ടേറിയൻ മോഡൽ. ഒതോറിറ്റേറിയൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ തന്നെ നമുക്ക് കാണാം അതോറിറ്റി അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ. ഇപ്പൊ നമുക്കൊരു ഗവൺമെന്റ് മെഷീനറി എടുക്കാം. നമ്മുടെ അടുത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു സ്റ്റോറി, സർക്കാരിനെതിരായി അയാൾ ഒരു കണ്ടെത്തൽ, അവിടെ എന്തെങ്കിലും ഒരു അഴിമതി നടക്കുന്നത് അയാൾ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു റോങ് പ്രാക്ടീസ് അവിടെ നടക്കുന്നതായി അയാൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം തന്നെ ഗവൺമെന്റ് അയാളെ കൺട്രോൾ ചെയ്യാണ്, ഈ ഒരു ന്യൂസ് സ്റ്റോറി നിങ്ങൾ കൊടുക്കരുത്, ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഫേവർ ചെയ്യുന്ന ന്യൂസുകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം അവിടെ കൊടുക്കുകയാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥ, എമർജൻസി എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഗവൺമെന്റിനെതിരായി വന്ന ന്യൂസുകളെ സപ്രസ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവർക്കെതിരായി വന്നിരിക്കുന്ന ന്യൂസുകളെ അവർ സപ്രസ് ചെയ്തിട്ടുണ്ട്. പല മീഡിയ ഹൗസുകളുടെയും ലൈസൻസുകൾ റദ്ദാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഗവൺമെന്റ്സ് ഇത്തരത്തിലുള്ള സ്ട്രിക്ട് റൂൾസ് കൊണ്ടുവരികയാണ്, എന്താണ് പബ്ലിഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു മൗത്ത് പീസ് ആക്കി അവയെ മാറ്റുകയാണ്. അതിനാണ് നമ്മൾ അതോറിറ്റേറിയൻ മോഡൽ എന്ന് പറയുന്നത്. ട്രൂ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തുന്നില്ല, പവറിലുള്ള അധികാരത്തിലിരിക്കുന്ന ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അതോറിറ്റേറിയൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിബർട്ടേറിയൻ മോഡൽ എന്ന് പറയുന്നത് അവിടെ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മീഡിയ, ഒരു സെനാരിയോ ആണ് അവിടെ ഉള്ളത്. ഫ്രീ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക എന്നുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ജോൺ മിൽട്ടന്റെ ഏരിയോപജിതിക്ക എന്ന് പറഞ്ഞിരിക്കുന്ന 1644 വർക്കിൽ ഫ്രീ സ്പീച്ച് ആൻഡ് അൺലൈസൻസ് പ്രിന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ മിൽട്ടൺ ബിലീവ് ചെയ്യുന്നത് ഓപ്പൺ ഡിബേറ്റ്സ്, അതായത് തുറന്ന ചർച്ചകൾ സത്യം പുറത്തു കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം. ഈ ഒരു ലിബർട്ടേറിയൻ മോഡൽ 18-ാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലും ഒക്കെ മീഡിയയെ ഗവൺമെന്റ് കൺട്രോളിൽ നിന്നും ഫ്രീ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു. പിൻകാലത്ത് സൈക്കോ അനാലിസിസ് ഈ ഒരു മോഡലിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അവർ പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ റാഷണൽ ആയിട്ടുള്ളതല്ല, അതായത് യുക്തിസഹമായിട്ടുള്ളതല്ല എന്നുള്ളതാണ്. ഈ സൈക്കോ അനാലിസിസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷനിൽ പറയുന്നില്ല. ഇനി അടുത്തതായി നമ്മൾ ഈഗാലിറ്റേറിയനിസം എന്ന് പറയുന്ന ആ ഒരു വാക്കിനർത്ഥം ഇക്വാലിറ്റി, എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു അവകാശം. അപ്പൊ ഈ ഈഗാലിറ്റേറിയനിസം നമ്മുടെ ലിബർട്ടേറിയൻ മോഡലിൽ നിന്നും ഗ്രൂ ചെയ്തു. അപ്പൊ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു മോഡലാണ് ലിബർട്ടേറിയൻ മോഡൽ എന്ന് പറയുന്നത്.
ഇനി അടുത്തതായി നമുക്ക് സെൽഫ് റെഗുലേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്കൂളിലുള്ള ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ മീഡിയയെ സംബന്ധിച്ചും എല്ലാ രാജ്യങ്ങളിലും അവിടെ റെഗുലേറ്ററി ഫ്രെയിം വർക്കുകൾ ഉണ്ട്. അത് പ്രൈവറ്റ് ആയിട്ടുള്ളതും ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേറ്ററി ബോഡികളുണ്ട്. പക്ഷെ നമുക്കറിയാം പലപ്പോഴും എല്ലാ മേഖലയും, അതായത് 24/7 ന്യൂസുകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ, ഓരോ മിനിറ്റിലും ന്യൂസുകൾ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ മീഡിയയ്ക്ക് എത്തിക്കലായി നിലകൊള്ളാൻ വേണ്ടി ഏറ്റവും ഹെൽപ്ഫുൾ ആയി അവർക്ക് വോളണ്ടറി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെൽഫ് റെഗുലേഷൻ. അതായത് അവർ സ്വയം നിയന്ത്രിക്കുകയാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള എത്തിക്കൽ വയലേഷൻസ് ഞങ്ങൾ നടത്തുന്നില്ല, ഞങ്ങൾ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ, ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റോങ് ഇൻഫോർമേഷൻസ് ഞങ്ങൾ കൊടുക്കുന്നില്ല. സ്വയം നിയന്ത്രിക്കുന്നത് വഴി അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ ഉള്ളത് വഴി മീഡിയയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാം. വേറൊരു റൂളിനെ ബേസ് ചെയ്തിട്ടല്ല, പകരം അവര് തന്നെ സ്വയം അവര് നിയന്ത്രിക്കുകയാണ്. അപ്പൊ ഇതൊരു വോളണ്ടറി ചോയ്സ് ആയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും ഇതിനെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നു. ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഒട്ടനേകം എത്തിക്കൽ വയലേഷൻസ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം എന്ന് പറയുന്നത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിക്സ് എന്താണ്, അല്ലെങ്കിൽ എത്തിക്സിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് മോഡൽസ്, അതോറിറ്റേറിയൻ മോഡൽ അതുപോലെ തന്നെ ലിബർട്ടേറിയൻ മോഡൽ, പിന്നെ നമ്മൾ രണ്ട് എത്തിക്കൽ തിയറീസ്, ഡിയോണ്ടോളജി ആൻഡ് കോൺസിക്വൻഷ്യലിസം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഫൈനലി നമ്മൾ സെൽഫ് റെഗുലേഷനെ കുറിച്ചും നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു യൂണിറ്റിന്റെ റിമൈനിങ് ടോപ്പിക്സ് നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ.